ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അത്താഴത്തിന് എണീച്ചതാണ് കേട്ടോ. ഇറച്ചിയും പൊരിച്ചാണ്. വേറെന്തൊക്കെ വിശേഷം? സുഖമല്ലേ? അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു നോമ്പാവാൻ പോണ് അല്ലേ? ഇന്നത്തെ അത്താഴത്തിന് എല്ലാവരും എണീച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു കറി ഉണ്ടാക്കാനുണ്ട്. ഇതൊക്കെ വെന്തൊടിക്കുന്നു. എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിത് മറ്റേ അടുപ്പത്തേക്ക് ചെറിയ തീയിലേക്ക് വെക്കാം. അടുപ്പത്ത് നമ്മൾ കറി ഉണ്ടാക്കട്ടെ. അടുപ്പത്ത് വയ്ക്കട്ടെ. ഇതാ ഈ പാത്രം നമ്മളിതാ ഇതിലേക്ക് വെക്കുന്നത്. ഇത് നല്ലോണം ആവട്ടെ. ഇതിലേക്ക് ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്, വലിയ തക്കാളി. ഇത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണും 1.5 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കണേ കണ്ടിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം ഇതിലൊന്ന് ഇത് വറുത്തിട്ട് ലോണി എരിയട്ടെ. ഇതിലിട്ട് നല്ല കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ സൗണ്ടൊന്നും ഇല്ല കേട്ടോ, സുഖമില്ല. കരിയായിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തീ ഓഫാക്കിയിട്ട് അത് വെന്ത് നമ്മൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കയറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം വേഗത്തെ ഇതിനകത്ത് എടുത്തിട്ട് നല്ലോണം വേണം കേട്ടോ. അപ്പോഴേ രസം ഉണ്ടാവുക. പച്ചച്ചായൊക്കെ നല്ലോണം ഒന്ന് മാറി കിട്ടണം. നല്ലോണം പച്ചച്ചായൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കടുക് ഇട്ട് കൊടുക്കുക. നല്ലോണം കടുക് പൊട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ കാട്ടി തന്ന ഈ തക്കാളി നല്ലോണം നോക്കി നല്ലോണം നോക്കി കൊടുത്തിട്ട് ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. എന്നിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വെന്ത് കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട. എല്ലാവരും ഉണ്ടാക്കണമൊക്കെ തന്നെ ആയിരിക്കും. ഇത് ഇല്ലാണ്ടൊന്നും നിൽക്കലുണ്ടാവില്ല. നമുക്ക് ഇവിടെ കുട്ടികൾക്കും കൂട്ടാൻകാട്ടും ഇഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണതാണ്. ദിവസം തന്നെ ഉണ്ടാക്കൂല കേട്ടോ. പച്ചക്കറി ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, അങ്ങനെ പോവും ഉണ്ടാക്കിയിട്ട്. അങ്ങനെ മക്കളെ നമ്മളെ ഒക്കെ റെഡിയായി. ഇതാ കഴിക്കാൻ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ട്രിപ്പ് തിന്നിട്ടത് ആ കോയിൻ്റെ കോലൊക്കെ കണ്ടില്ലേ. 2ാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ ഓർമ്മ ആയത് വീഡിയോ പിടിക്കണോ എന്നുള്ളത്. അങ്ങനത്തെ ആളാണ് ഞാൻ. ചോറ് കണ്ട എൻ്റെ കഥ കഴിഞ്ഞു മക്കളെ. അവിടെ കിടന്ന് മരിക്കും. വേറെ ഒന്നും വേണ്ട, ഫ്രൂട്ട്സും വേണ്ട, പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട. ഒരു ചോറും ഒരു എന്തെങ്കിലും ഒരു കറിയും ഒരു ഉപ്പേരിയും കിട്ടിയാൽ എനിക്കത് മതി. അങ്ങനെ നമ്മളെല്ലാ ഉമ്മത്തിമാർക്കും എനിക്കും എല്ലാ ഗൾഫുകാർക്കും എൻ്റെ യൂട്യൂബിൽ ലൈവിലൊക്കെ വരുന്ന എല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു നിങ്ങൾക്കും എൻ്റെ ആങ്ങളമാർ, അനിയത്തിമാർ, ഞാൻ, മക്കൾ, ഭർത്താവ്
കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും ഉള്ളാവും ഈ ഫുള്ളായിട്ട് പിടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യ. ആമീൻ ആമീൻ ആമീൻ. പിന്നെന്താ തക്കാളിക്കറിയും കോഴിയൊക്കെ നുള്ളി തിന്നതായിപ്പോൾ കേട്ടോ ഓർമ്മ വന്നത് പിടിക്കണം. തക്കാളിക്കറി കോഴി പൊരിച്ചതാ പാത്തുവിൻ്റെ 2 മണി വറ്റിട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിരിക്കുക. പാത്തു നോമ്പിടിക്കുന്നുണ്ട് എന്നിട്ടാ മക്കളെ പാത്തു നോമ്പിടിക്കാൻ ഇച്ചിക്കിന് മക്കളെല്ലാവരും എണീറ്റിട്ടുണ്ട് നോമ്പിടിക്കാൻ. ഡാഡി ചോറൊന്നും തിന്നൂല. ഞാനിതാണ് ഇട്ടിക്കുന്നത്. നമ്മളൊക്കെ ചോറ് തിന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.